വർഷം 1931 ജനുവരി മാസം ലണ്ടനിലെ സെൻറ്റ് ജെയിംസ് പാലസ്. വേദിയിലും സദസ്സിലുമായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും മറ്റു ഒഫീഷ്യൽസും ഇരിക്കുന്നുണ്ട്. ഇന്ത്യയിലെ വ്യത്യസ്ത പ്രിൻസ്ലി സ്റ്റേറ്റുകളിൽ നിന്നുള്ള പ്രിൻസസ് മുതൽ മുസ്ലിം, സിഖ്, ദളിത്, ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളൊക്കെ അങ്ങിങ്ങായി ഇരപ്പുറപ്പിച്ചിട്ടുണ്ട്. 1927 ഭരണഘടനാ പുനർനിർവചന സമിതി അഥവാ സൈമൺ കമ്മീഷനിൽ ഇന്ത്യക്കാരെ ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ത്യക്കാർ അത് ബഹിഷ്കരിച്ചിരിക്കുകയാണ്. ഗത്യന്തരമില്ലാതെ 28 ഇന്ത്യൻ നേതാക്കൾ അങ്ങോട്ട് നൽകിയിട്ടുള്ള നെഹ്റു റിപ്പോർട്ടിന്മേൽ ചർച്ച ചെയ്യാൻ ബ്രിട്ടീഷ് സാമ്രാജ്യം വിളിച്ചുകൂട്ടിയിട്ടുള്ള 1-ാം വട്ടമേശ സമ്മേളനത്തിലാണ് ഇപ്പോൾ നമ്മളിരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രതിനിധികളില്ല എന്നുള്ളതാണ് പ്രത്യേകത. മിക്കവാറും നേതാക്കളൊക്കെ ജയിലിലാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം. ഇന്ത്യയിൽ നിന്നുള്ള വ്യത്യസ്ത ഗ്രൂപ്പുകളുടെ പ്രതിനിധികളെ കൊണ്ടുവരുന്നതിലൂടെ ഇന്ത്യക്കാരുടെ പൊതു അഭിപ്രായത്തെ വിഭജിക്കാം എന്ന പ്രതീക്ഷയിലാണ് ബ്രിട്ടൻ നിൽക്കുന്നത്. ചർച്ച നടക്കുന്നതിനിടെ ഷേർവാണിയും തലയിൽ ടർബനും ധരിച്ച നീണ്ട ഇടതൂർന്ന താടി രോമങ്ങളുള്ള ഒരാൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഏകദേശം ഒരു 5 അടി 7 ഇഞ്ച് പൊക്കം വരും. തളർന്ന ശരീരവുമായി വിറയാർന്ന ശബ്ദത്തിൽ അദ്ദേഹം സംസാരിച്ചു. ഐ വിൽ നോട്ട് റിട്ടേൺ ടു മൈ കൺട്രി ആസ് എ സ്ലേവ്. എൻ്റെ രാജ്യത്തേക്ക് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അടിമയായി ഞാൻ എന്തായാലും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഇഫ് യു വിൽ നോട്ട് ഗിവ് അസ് ഫ്രീഡം യു വിൽ ഹാവ് ടു ബറി മീ ഹിയർ ഇൻ ഇംഗ്ലണ്ട്. നിങ്ങൾ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇംഗ്ലണ്ടിൽ കബറടക്കുന്നതിനെ പറ്റി ആലോചിക്കാം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ മുഖത്ത് നോക്കി ഇത് പറഞ്ഞത് അന്ന് ഇന്ത്യയിൽ നിന്നുമുള്ള ഒരു പത്രപ്രവർത്തകനായിരുന്നു, ഒരു കവിയായിരുന്നു. അതിനുമപ്പുറം ഇന്ത്യൻ ഫ്രീഡം മൂവ്മെൻറ്റിൻ്റെ തീപ്പൊരി നേതാക്കളിൽ ഒരാളായിരുന്നു. ദാറ്റ് മാൻ വാസ് നൺ അതർ ദാൻ മൗലാന മുഹമ്മദ് അലി ജൗഹർ. 1878 ഡിസംബർ 10 ഇന്നത്തെ ഉത്തർപ്രദേശിലെ രാംപൂരിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഉറുദു സാഹിത്യത്തിൽ പേര് കേട്ടവരായിരുന്നു അവിടുത്തുകാർ. വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയിരുന്ന കുടുംബത്തിലാണ് മുഹമ്മദ് അലി വളർന്നു വരുന്നത്. ഏറെ ചെറുപ്പത്തിൽ തന്നെ പിതാവിനെ നഷ്ടപ്പെട്ട അദ്ദേഹത്തെ വളർത്തിയത് മാതാവ് ആബാദി ബീഗം തനിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ ആകും ഒരുപക്ഷെ പിൽക്കാലത്ത് ആ മാതാവിൻ്റെ അതേ ധൈര്യവും വിശ്വാസവും ആത്മാഭിമാനവുമാണ് മുഹമ്മദ് അലിക്ക് കിട്ടിയത് എന്ന് രാജ്യം ഒറ്റ സ്വരത്തിൽ പറഞ്ഞത്. റാംപൂരിൽ നിന്നും അലിഗറിലേക്കും പിന്നീട് ഓക്സ്ഫോർഡിലേക്കും പഠനാവശ്യാർത്ഥം സ്വയം പറിച്ചു നട്ട മുഹമ്മദ് അലിക്ക് ഓക്സ്ഫോർഡിലെ മോഡേൺ ഹിസ്റ്ററിയിലുള്ള തൻ്റെ പഠനവും മറ്റ് ലോക നേതാക്കളുമായുള്ള സമ്പർക്കവുമാണ് സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ അസ്വാതന്ത്ര്യത്തിൻ്റെ ചങ്ങലക്കെട്ടുകളെ അതിനെ പറിച്ചെറിയാൻ വേണ്ടിയുള്ള ശ്രമത്തിലേക്ക് കാലെടുത്തു വെക്കാൻ പ്രേരണയായി മാറിയത്. ഇന്ത്യയിലേക്ക് തിരികെ വന്ന മുഹമ്മദ് അലി തെരുവുകളിൽ എരിയുന്ന സ്വാതന്ത്ര്യ സമരം ജനങ്ങളുടെ മനസ്സിലേക്ക് കൂടി സന്നിവേശിപ്പിക്കലാണ് തൻ്റെ ദൗത്യം എന്ന് തിരിച്ചറിയുകയാണ്. അന്നുണ്ടായിരുന്ന കൊളോണിയൽ പ്രൊപ്പഗാൻഡക്കെതിരെ ഉറുദുവിൽ ഹംദർദ് എന്ന പേരിലും ഇംഗ്ലീഷിൽ കോമ്രേഡ് എന്ന പേരിലും 2 പത്രങ്ങൾ അദ്ദേഹം തുടങ്ങുന്നത് അങ്ങനെയാണ്. മുഹമ്മദ് അലിയുടെ എഴുത്തുകൾ ധീരതയുടെ പര്യായമായിരുന്നു. അതാകട്ടെ പലപ്പോഴായി അദ്ദേഹത്തെ കൊളോണിയൽ മുതലാളിമാരുടെ കണ്ണിലെ കരടാക്കി മാറ്റുകയും ചെയ്തു. ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ എഴുതി: നമുക്ക് ബ്രിട്ടീഷ് ജനതയുമായി യാതൊരു പ്രശ്നവുമില്ല. വിഷയം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തോടാണ്. അതാകട്ടെ അടിമത്തത്തിനേക്കാൾ കുറഞ്ഞതായി മറ്റൊന്നുമല്ല താനും. എന്നാൽ 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് മുഹമ്മദ് അലിയുടെ പീക്ക് ബ്രിട്ടീഷ് സാമ്രാജ്യം കണ്ടു തുടങ്ങിയത് എന്ന് പറയേണ്ടി വരും. മഹായുദ്ധത്തിൽ ലോക മുസ്ലിങ്ങളുടെ ഒരുമയുടെയും സഹകരണത്തിൻ്റെയും സിമ്പലായിരുന്ന ഓട്ടോമൻ ഖിലാഫത്തിനെ ബ്രിട്ടീഷ് അടങ്ങിയ ആലൈ ഫോഴ്സ് പരാജയപ്പെടുത്തിയതോടുകൂടി ഇന്ത്യൻ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ആത്മാഭിമാനത്തിനേറ്റ പ്രഹരം കൂടിയായി മാറുകയാണ്. തൻ്റെ സഹോദരൻ ഷൗക്കത്ത് അലിയെയും കൂട്ടി മഹാത്മാഗാന്ധിയോടൊപ്പം ചേർന്ന് മുഹമ്മദ് അലി ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ഇന്ത്യയിൽ ശക്തിപ്പെടുത്താൻ ആരംഭിക്കുകയാണ്. ഒരുപക്ഷെ അന്നുവരെ ഇന്ത്യയുടെ ചരിത്രത്തിൽ വളരെ റെയറായി മാത്രം കണ്ടിരുന്ന ഹിന്ദു മുസ്ലിം ഐക്യം ഒരു പൊതു കോസിനു വേണ്ടി അവിടെ സംഭവിക്കുകയായിരുന്നു. അഥവാ മുഹമ്മദ് അലിയുടെ ഖിലാഫത്തും ഗാന്ധിജിയുടെ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് അഥവാ നിസ്സഹകരണ പ്രസ്ഥാനവും ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ജനങ്ങളെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് അദ്ദേഹം സഞ്ചരിച്ചു. അതിൻ്റെ പ്രതിഫലനം എന്നോളം പലയിടങ്ങളിലും ഫ്രീഡം മൂവ്മെൻറ്റിന് ആത്മാവും ജീവനും തിരിച്ചു കിട്ടുകയാണ്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ സിംഹം എന്ന വിളിപ്പേരും അങ്ങനെയാണ് മൗലാന മുഹമ്മദ് അലി ജൗഹറിന് ജനം വെച്ച് നീട്ടുന്നത്. മുഹമ്മദ് അലി തങ്ങൾക്ക് ഒരു അപകടമാണ് എന്ന് ബ്രിട്ടീഷുകാർ അപ്പോഴേക്കും മനസ്സിലാക്കി തുടങ്ങിയിരുന്നു. അത് കാരണത്താൽ വ്യത്യസ്ത ഘട്ടങ്ങളിലായി വർഷങ്ങളോളം അദ്ദേഹത്തിന് ജയിലിൽ കഴിയേണ്ടിയും വന്നു. എന്നാൽ തുറുങ്കിൻ്റെ ഇരുമ്പഴികൾക്ക് പിന്നിലും അദ്ദേഹം എഴുത്തിലൂടെ ഇന്ത്യക്കാരെ പ്രചോദിപ്പിക്കുന്നത് തുടർന്നു. ഉപാധികളോടെ താങ്കളെ പുറത്തിറക്കാം എന്ന് പറഞ്ഞ ബ്രിട്ടീഷുകാരോട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഈ ഫ്രീഡം ഈസ് ടു ബി പെയ്ഡ് ഫോർ ബൈ കോംപ്രമൈസ്, ഇറ്റ് ഈസ് ടു എക്സ്പെൻസീവ്. ചുരുക്കത്തിൽ മാപ്പെഴുതിക്കൊണ്ടുള്ള നിങ്ങളുടെ ഔദാര്യം എനിക്ക് വേണ്ട എന്ന്. ജയിൽവാസം അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ ഏറെ ബാധിച്ചു. എങ്കിലും 1930 ബ്രിട്ടനിലേക്ക് അദ്ദേഹം വേച്ച് വട്ടമേശ സമ്മേളനത്തിനായി വണ്ടി കയറി. സമ്മേളനത്തിന് ശേഷവും സ്വരാജ്യം എന്ന ഇന്ത്യക്കാരുടെ ആവശ്യം ബ്രിട്ടീഷുകാർ അംഗീകരിച്ചില്ല. പറഞ്ഞ വാക്ക് പാലിച്ച മുഹമ്മദ് അലി ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അടിമയായി തിരിച്ചു വരാൻ ഒരുക്കമായിരുന്നില്ല. 1931 ജനുവരി 4 ലണ്ടനിൽ വെച്ച് അദ്ദേഹം മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ വയസ്സ് കേവലം 53 മാത്രമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ജെറൂസലേമിലെ ഡോം ഓഫ് റോക്കിൻ്റെ അരികിലാണ് അദ്ദേഹത്തെ പിന്നീട് കബറടക്കുന്നത്. മൗലാന മുഹമ്മദ് അലി ജൗഹറിൻ്റെ മാതാവ് ആബാദി ബീഗത്തെ മേരി മാ എന്ന് ഗാന്ധിജി വിളിച്ചതിലുണ്ട് അവർ തമ്മിലുണ്ടായിരുന്ന ബന്ധത്തിൻ്റെ ദൃഢത.
ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ അലി ബ്രദേഴ്സിൻ്റെ പങ്ക് കേവലം ഈ ഒരു 5 മിനിറ്റിൽ പറഞ്ഞു തീരുന്നതല്ല എങ്കിലും ചരിത്രം മായ്ക്കാനും മറക്കാനും പഠിപ്പിക്കപ്പെടുന്ന ഒരു കാലത്ത് നമുക്ക് ഈ ചരിത്രങ്ങളൊക്കെ ഒന്ന് ഓർത്തു തുടങ്ങേണ്ടതുണ്ട്.